മലപ്പുറത്ത് ബി.ജെ.പി. പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ കുമ്മനം രാജശേഖരനാണ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിനൊപ്പമാണ് നമ്മുടെ യാത്ര. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു, തങ്കത്താമര വിരിയുന്നു. കുമ്മനം രാജശേഖരന്റെ മലപ്പുറം മണ്ഡലത്തിലെ പരിപാടികൾ രാവിലെ 11 മണിക്ക് തുടങ്ങാനായിരുന്നു നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള ചർച്ചകൾക്ക് ശേഷം കൊച്ചിയിൽ നിന്നും മലപ്പുറത്തെത്തിയപ്പോഴേക്കും 2 മണി. നേരെ കുളൂർ പഞ്ചായത്തിലെ കുടുംബയോഗത്തിലേക്ക്. ഇടതു വേണ്ട വലതു വേണ്ട, ഇവിടെ വേണ്ടതു താമര, ഇനി ഇവിടെ വേണ്ടതു ബി.ജെ.പി. വോട്ടു ചെയ്യുക ബി.ജെ.പിയുടെ മുന്നണിക്കായി കൂട്ടരെ. ഇടതു വേണ്ട. അല്പസമയം പ്രവർത്തകർക്കൊപ്പം. ഇവിടെ വേണ്ടതു താമര, ഇനി ഇവിടെ വേണ്ടതു ബി.ജെ.പി. വോട്ടു ചെയ്യുക ബി.ജെ.പിയുടെ മുന്നണിക്കായി കൂട്ടരെ. വികസനത്തിനു പാതയിൽ മോദി തൻ ജയയാത്രയിൽ അണിനിരക്കാൻ താമരക്കൊടിയേന്തി എത്തുക കൂട്ടരെ. ഇവിടെ വേണ്ടതു താമര, ഇനി ഇവിടെ വേണ്ടതു ബി.ജെ.പി. വോട്ടു ചെയ്യുക ബി.ജെ.പിയുടെ മുന്നണിക്കായി കൂട്ടരെ. ഇടതു വേണ്ട വലതു വേണ്ട, ഇവിടെ വേണ്ടതു താമര, ഇനി ഇവിടെ വേണ്ടതു ബി.ജെ.പി. ചായയ്ക്ക് ശേഷം വീണ്ടും അടുത്ത സ്ഥലത്തേക്ക്. അതെ, അടുത്ത കുടുംബയോഗത്തിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു പൊതുപരിപാടി. പ്രചാരണം എങ്ങനെയുണ്ട് പൊതുവെ? എല്ലായിടത്തും നല്ല ഉഷാറല്ലേ. എല്ലായിടത്തും എല്ലാ വിഭാഗം ആളുകളുടെ ഇടയിലും ഭാരതീയ ജനതാ പാർട്ടി NDAക്ക് അനുകൂലമായൊരു അന്തരീക്ഷമാണ്. ഒരു മാറ്റം എല്ലാവരും ആഗ്രഹിക്കും. താങ്കൾ നേരിട്ട് തന്നെ ഇവിടെ സജീവമായിട്ട് ഇതിന് മേൽനോട്ടം വഹിക്കാണ്ടായിരുന്നു കുറേ ദിവസങ്ങളായിട്ട്. അപ്പോൾ അതിൽ എന്താണ് മലപ്പുറത്ത് ബി.ജെ.പിയുടെ പ്രതീക്ഷ എത്രത്തോളം ഉണ്ട്? മലപ്പുറം പോലെയുള്ള സ്ഥലത്ത് ബി.ജെ.പിക്ക് വളരെയേറെ പ്രതീക്ഷകളുണ്ട്. അതിൻ്റെ കാരണം ദേശീയ രാഷ്ട്രീയ രംഗത്തുണ്ടായിരിക്കുന്ന അനുകൂലമായ ഒരു തരംഗമാണ്. മോഡി സർക്കാരിൻ്റെ ജനക്ഷേമ പദ്ധതികൾക്ക് സാർവത്രികമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന അംഗീകാരമാണ്. അതിൻ്റെ പ്രതിഫലനം തീർച്ചയായിട്ടും മലപ്പുറം നിയോജകമണ്ഡലത്തിലുണ്ടാകും. ഇവിടെ ബി.ജെ.പി. വലിയൊരു ആരോപണം ഉന്നയിച്ചത് കാരണം ഇടതുപക്ഷം ശക്തമായൊരു സ്ഥാനാർത്ഥിയെ നിർത്താതെ UDF-നെ സഹായിക്കുകയാണെന്ന്. എന്തുകൊണ്ടാണ് അത്തരത്തിൽ ആരോപണം? ശരിക്കും എന്താണ് അവരുടെ ഒരു ലക്ഷ്യമൊക്കെ? അല്ല, സാധാരണഗതിക്ക് LDF കേരളം ഭരിച്ചിട്ടുള്ള രാഷ്ട്രീയ കക്ഷിയാണ്. ഇതുപോലൊരു ഉപതെരഞ്ഞെടുപ്പ് വരുന്ന സന്ദർഭത്തിൽ അവരൊരു ശക്തരായ ഒട്ടേറെ നേതാക്കന്മാരുള്ള ഒരു സ്ഥലമാണ് ഈ മലപ്പുറം. സ്വാഭാവികമായി എല്ലാവരും പ്രതീക്ഷിച്ചു കുഞ്ഞാലിക്കുട്ടിയെപ്പോലുള്ളവരുടെ എതിരായിട്ട് ഒരു ഉയർന്ന സീനിയർ ലീഡറെ ആരെങ്കിലും ഈ പ്രദേശത്ത് തന്നെ നിർത്തും എന്ന് വിചാരിച്ചു. പക്ഷെ അതുണ്ടായില്ല. അപ്പം അത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്, ഒത്തുതീർപ്പ് രാഷ്ട്രീയമാണ്. അവർ തമ്മിലൊരു മത്സരം ആവശ്യമില്ല. സൗഹൃദ അന്തരീക്ഷം നിലനിർത്തിക്കൊണ്ട് തന്നെ അതേസമയം ഒരു തിരഞ്ഞെടുപ്പിൻ്റെ വ്യവസ്ഥാപിതമായിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ഏതാണ്ട് നടപ്പിലാക്കി ചെയ്തു എന്ന് അണികൾക്ക് ഒരു സമാശ്വാസം ലഭിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു യാന്ത്രികമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ ആരോപണം ബി.ജെ.പിക്കെതിരെയുണ്ട്. കാരണം നിരവധി കരുത്തുറ്റ നേതാക്കൾ, ശോഭാ സുരേന്ദ്രനെ പോലെ വനിതാ നേതാക്കളടക്കം ഉള്ള സ്ഥലത്ത് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ അത്ര അറിയപ്പെടാത്തൊരു നേതാവിനെ നിർത്തിയെന്നൊരു പരാമർശവും അല്ലെങ്കിൽ അത്ര ആരോപണവും ഉയരുന്നുണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ C. പ്രകാശ് ബി.ജെ.പിയുടെ NDAയുടെ സ്ഥാനാർത്ഥി സുപരിചിതനാണ്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. ഈ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാളാണ്. വളരെ വർഷക്കാലമായി ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുള്ള ഒരാളാണ്. എല്ലാവർക്കും സുപരിചിതനും ജനകീയനും ജനപ്രിയനുമൊക്കെ ആയിട്ടുള്ളൊരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് C. പ്രകാശ് യോഗ്യനായ ഈ കാര്യത്തേക്ക് അങ്ങേയറ്റം പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന് BJP ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അതിൻ്റെ അകത്ത് വേറെ കളികളൊന്നുമില്ല. അതുതന്നെയല്ല, മറ്റ് സ്ഥാനാർത്ഥികളായിട്ട് ഒത്തുതീർപ്പ് BJP ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കാനാണ്?
കേരള രാഷ്ട്രീയം അറിയാവുന്നവരാരും വിശ്വസിക്കില്ല. പക്ഷേ കേരള രാഷ്ട്രീയം നന്നായിട്ട് അറിയാവുന്നവർക്ക് LDF UDF തമ്മിലുള്ള ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ നന്നായിട്ടറിയാം. അതുപോലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം, ഈ ബീഫ് വിവാദവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം പ്രസ് ക്ലബ്ബ് നടത്തിയൊരു മുഖാമുഖം പരിപാടിയിൽ സ്ഥാനാർത്ഥി പറഞ്ഞ ചില കാര്യങ്ങൾ, അതായത് മലപ്പുറത്ത് താൻ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ബീഫ് ലഭ്യമാക്കാനുള്ള എല്ലാ നടപടികളും സുലഭമായിട്ട് ലഭ്യമാക്കാനുള്ള നടപടികളൊക്കെ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള പരാമർശം വലിയ തോതിൽ വിമർശനത്തിന് അതുപോലെ തന്നെ ദേശീയ തലത്തിലുള്ള ഒരു വാർത്തയായി മാറുന്നൊരു സാഹചര്യം ഉണ്ടായി. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ശരിക്കും? അദ്ദേഹം എന്ത് പറഞ്ഞു എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയേണ്ടതുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഈ ബീഫ് വിഷയമൊന്നും തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യവുമില്ല. അത് തെരഞ്ഞെടുപ്പിൽ എന്തെല്ലാം ജീവൽ പ്രശ്നങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം കൊണ്ടുവരാനുള്ളതാണോ ഈ ബീഫ് വിഷയം? ഇത് ജനങ്ങളുടെ പൊതുവായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. മറ്റ് സന്ദർഭങ്ങളിലൊന്നും ചർച്ച ചെയ്യാതിരിക്കുകയും ഇപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യേണ്ട കാര്യം. ഇത് വലിയ തോതിൽ പ്രചാരണ വിഷയമാകുന്നുണ്ട്. പക്ഷേ സംസ്ഥാനത്ത് അങ്ങനെ ഒരു നിലപാട്, BJP സംസ്ഥാന ഘടകത്തിന് സത്യത്തിൽ ഇതിലൊരു നിലപാടുണ്ടോ ഈ ഒരു വിഷയത്തിൽ? അല്ല, ഈ കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മറ്റൊരു നിലപാടൊന്നുമില്ല. ഇതങ്ങനെ നിലപാടെടുത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമായിട്ട് കേരളത്തിൽ ഇന്നവരെ വന്നിട്ടില്ല. അങ്ങനെ വന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു, തങ്കത്താമര വിരിയുന്നു, മുന്നണി ഭരണ തടവറ ഭേദിച്ചിവിടൊരു ജനതതി ഉണരുന്നു, ഉണരുന്നു, ഉണരുന്നു. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു, തങ്കത്താമര വിരിയുന്നു. മുണ്ടുപറമ്പിലെ കുടുംബയോഗത്തിലേക്കാണ് ഇനി. നാമെല്ലാവരും ഒരുമിച്ചിനി ഈ നാടിൻ മോചകരാകേണം. അഴിമതി ഇവിടൊരു തൊഴിലായി മാറ്റിയ മുന്നണി രണ്ടും തകരേണം. നാം ഉണരേണം, നാം ഉണരേണം. നാമെല്ലാവരും ഒരുമിച്ചിനി ഈ നാടിൻ മോചകരാകേണം. അഴിമതി ഇവിടൊരു തൊഴിലായി മാറ്റിയ മുന്നണി രണ്ടും തകരേണം. അല്പസമയം പ്രസംഗം, പിന്നെ പ്രവർത്തകരോടൊപ്പം ചെറിയ ചർച്ചകൾ. കേന്ദ്ര സർക്കാർ കൈയയച്ച് കേരളത്തെ സഹായിക്കാൻ തയ്യാറായി നിൽക്കുമ്പോൾ നിരവധി പദ്ധതികൾക്ക് വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും ചെലവാക്കാതെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പേരിൽ മുതലെടുപ്പിന് വേണ്ടി മുഖംതിരിഞ്ഞു നിൽക്കുന്ന കേരള സർക്കാർ, ഇതിനെ രണ്ടിനെയും നമ്മൾ തുലനം ചെയ്തുകൊണ്ടാണ് ഇവിടുത്തെ വോട്ടർമാർ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ ഇറങ്ങിയത്. BJP ഇത്തവണ ഈ മലപ്പുറം ലോക്സഭാ ഇലക്ഷനിൽ വളരെ ഗൗരവമായിട്ടാണ് ഇത് കാണുന്നതെന്ന് പറയുന്നു. എത്രത്തോളം എന്തൊക്കെ പ്രതീക്ഷകളാണ് ഇതിൽ വെക്കുന്നത്? അതായത് ഒരു വിജയം തന്നെ പ്രതീക്ഷിക്കുന്നുണ്ടോ? തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയാണ്, തോൽക്കാൻ ആരും മത്സരിക്കാറില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം ത്യാഗപൂർണമായ വഴികളിലൂടെ കഠിനാധ്വാനം ചെയ്ത് വളർത്തിയെടുത്ത് ജനപിന്തുണ ആർജിച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് മെല്ലെ മെല്ലെയാണ് അതിൻ്റെ വളർച്ച. നിലവിലെ സ്ഥിതി അനുസരിച്ച് SNDP ജനറൽ സെക്രട്ടറി തന്നെ പറഞ്ഞിരിക്കുന്നു, BJPയെ വിശ്വസിക്കാൻ കൊള്ളാത്തൊരു പാർട്ടിയാണ്, അവർ പറഞ്ഞതൊന്നും വാഗ്ദാനങ്ങളൊന്നും പാലിച്ചിട്ടില്ല. അത്തരത്തിലുള്ള പരാമർശം മാത്രമല്ല മനസാക്ഷി വോട്ടിന് ആഹ്വാനം വരെ ചെയ്തിരിക്കുന്നു. ഇത് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടി BJPക്ക് മലപ്പുറത്തുണ്ടാക്കും? മലപ്പുറം നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം BDJS വളരെ സജീവവും സക്രിയവുമാണ്. തെരഞ്ഞെടുപ്പിൽ വളരെ ആത്മാർത്ഥമായി ഊർജ്ജസ്വലതയോടുകൂടി അതിൻ്റെ പ്രവർത്തകർ രംഗത്തുണ്ട്. അതുകൊണ്ട് BDJS കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിലൂടെ ശക്തി ആർജിക്കാനും കഴിഞ്ഞിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയോടൊപ്പം BDJSൻ്റെ പ്രവർത്തകർ
വളരെ കാര്യമായ തോതിൽ രംഗത്തിറങ്ങി വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ളതെല്ലാം ചെയ്യുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അക്കാര്യത്തിൽ വളരെയേറെ സംതൃപ്തനാണ്. കർണാടകയിൽ അടുത്തിടെ എസ് എം കൃഷ്ണനെ പോലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നു. എങ്കിലും കേരളത്തിൽ നിന്ന് മുൻ കേന്ദ്രമന്ത്രിമാരടക്കം BJPയിലേക്ക് വരുമെന്ന തരത്തിലുള്ള ചില വാർത്തകളും പ്രചരിച്ചിരുന്നു. അങ്ങനെ കേരളത്തിൽ ഏതെങ്കിലും വലിയ പ്രാധാന്യമുള്ള നേതാക്കളെ ലക്ഷ്യം വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടോ? കേരളത്തിൽ വളരെ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷം ഉരുത്തിരിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിൽ ആകൃഷ്ടരായിട്ട് ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കന്മാർ രംഗത്ത് വരുന്നുണ്ട്. അവരാരൊക്കെയാണെന്നും അവരെന്താണ് ചെയ്യാൻ പോകുന്നതെന്നും വെളിപ്പെടുത്താൻ തക്ക വിധത്തിൽ അത് പാകമായിട്ടില്ല. പക്ഷേ വരും കാലങ്ങളിൽ NDA കുറച്ചുകൂടി വിപുലവും ശക്തവുമാക്കുന്ന ഒരു സംഭവ വികാസങ്ങൾ കേരളത്തിൽ ഉണ്ടാകും എന്ന് മാത്രമേ അതേപ്പറ്റി എനിക്ക് ഇപ്പോൾ പറയാൻ പറ്റൂ. ഈ ആറന്മുള പോലുള്ള വിഷയങ്ങളിലൊക്കെ വളരെ പരിസ്ഥിതി അനുകൂലമായ നിലപാട് സ്വീകരിച്ച ആളായിരുന്നു താങ്കൾ. ഇപ്പോൾ വീണ്ടും അതിരപ്പള്ളി ജലവൈദ്യുത പദ്ധതിയുമായി ഇപ്പോൾ സർക്കാർ മുന്നോട്ട് പോകുന്നു പറയുന്നു, കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തുന്നു. ആ കാര്യത്തിൽ എന്താണ് സംസ്ഥാനത്തെ BJPയുടെ ഘടകത്തിൻ്റെ നിലപാട്? അതിരപ്പള്ളി പദ്ധതി വാസ്തവത്തിൽ ജനങ്ങളെ കബളിപ്പിക്കലാണ്. വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് അതിരപ്പള്ളിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ NTPC കായംകുളത്ത് അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് ഞങ്ങൾ യൂണിറ്റിന് 2 രൂപയ്ക്ക് തരാമെന്ന്. പോരെ, എന്താ അതിന് ഇവിടെ പ്രതികരിക്കാത്തത്? അപ്പോൾ വൈദ്യുതിയാണോ ഇവിടെ ലക്ഷ്യം? അല്ല, വൈദ്യുതി വേണം. വൈദ്യുതി ക്ഷാമം പരിഹരിക്കലല്ല. ഏതാണ്ട് 150 പര ഏക്കർ വരുന്ന കാട് നശിപ്പിക്കുന്നു. 1500 കോടി രൂപയുടെ പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിലുള്ള വെട്ടിപ്പല്ലേ SNC ലാവലിംഗ് കേസ് പോലെ മറ്റൊരു കേസിലേക്ക് വരികയില്ലേ? അപ്പോൾ കോൺട്രാക്റ്റ് കൊടുത്ത് പണം തട്ടിയെടുക്കാൻ വേണ്ടി നടത്തുന്ന ഒരു സംരംഭം മാത്രമാണിത്. അതിന് വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പാണ്. അപ്പോൾ ഇത്രയധികം കാട് നശിപ്പിച്ച് ആദിവാസികളെ മുഴുവൻ തന്നെ അവിടുന്ന് കുടി ഇറക്കി, ചാലക്കുടി പുഴയിലെ വെള്ളം വറ്റിച്ച്, അതിൻ്റെ ചുറ്റുപാടും തീരങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് എന്തിനിങ്ങനെ ഒരു പദ്ധതി കൊണ്ടുവരണം? അതിനെപ്പറ്റി ആണ് പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത്. ആ ചർച്ചയിലേക്കാണ് വരേണ്ടത്. ഈ മൂന്നാറിലെ വിഷയത്തിൽ, മൂന്നാർ കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനമായി മാധ്യമങ്ങൾക്കെതിരെ വലിയ ഒരു പ്രക്ഷോഭം നടക്കുകയാണ്, സമരം നടക്കുകയാണ്, ഹർത്താൽ നടക്കുന്നു. ഈ ഒരു വിഷയത്തിൽ BJPയുടെ നിലപാട് എന്താണ്? മൂന്നാറിലെ കയ്യേറ്റം എന്ന് പറയുന്നത് അത് ഒരു ദേശദ്രോഹ പ്രവർത്തനമാണ്. കാരണം മൂന്നാർ നമ്മുടെ നാടിൻ്റെ ശ്വാസകോശമാണ്. വലിയൊരു നദി പെരിയാർ. ആ പെരിയാറിലേക്കുള്ള വെള്ളം മുഴുവൻ തന്നെ എത്തുന്നത് ഈ മൂന്നാർ അതിൻ്റെ സമീപപ്രദേശത്തുള്ള ജലസ്രോതസ്സുകളാണ്. ഇന്നത് മുഴുവൻ മലീമസമായി. എല്ലാ വേസ്റ്റുകളും വന്ന് വീഴുന്ന അവിടെയാണ്. രണ്ടാമതായി അവിടുത്തെ കാടുകൾ മുഴുവൻ നശിച്ചു കഴിഞ്ഞു. മൂന്നാമതായി ഇപ്പോൾ മലകൾ എല്ലാം തന്നെ ഇടിച്ച് നിരപ്പാക്കിക്കൊണ്ട് അവിടെയൊക്കെ വൻകിട റിസോർട്ടുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരു ദുരന്തം എന്നാണ് ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഇനി അവശേഷിക്കുന്ന ചോദ്യമുള്ളൂ. ഉത്തരാഖണ്ഡ് പോലെ ഒരു വൻ ദുരന്തം ഒരുപക്ഷെ ഉണ്ടായേക്കാമെന്ന് വലിയ വലിയ ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നു. അതൊരു വശം. രണ്ടാമതായിട്ട് ഒരു തെറ്റാണ് എന്ന് പറയുമ്പോൾ ആ തെറ്റ് വിളിച്ചു പറയുന്നവരെ ഒറ്റപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നവരാരാണ്? ഇപ്പോൾ മൂന്നാറുകാരെ മുഴുവൻ കയ്യേറ്റക്കാരെന്ന് അധിക്ഷേപിച്ചു. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കടകളടച്ച് വലിയ ഹർത്താലും ഒക്കെ ആചരിക്കാൻ ചിലർ ആഹ്വാനം ചെയ്തിരിക്കും. ആരാണ് ഈ അവിടെ ഉള്ളവരെ മുഴുവൻ കയ്യേറ്റക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. കയ്യേറ്റക്കാരാണ്. അത് സബ് കളക്ടറാണ് നടപടി സ്വീകരിച്ചത്. ലാൻഡ് റവന്യൂ കമ്മീഷണർ റിപ്പോർട്ടിൽ പറയുന്നു ഇന്ന സ്ഥലങ്ങൾ, ഇന്ന സർവേ നമ്പറുകളുള്ള സ്ഥലങ്ങളൊക്കെ കയ്യേറിയതാണ്. ഗവൺമെൻറ്റിൻ്റെ റവന്യൂ ഭൂമിയാണ്. എഡ്സിറ്റി ബോർഡിൻ്റെ, KSRTCയുടെ ഉണ്ട്, അതിൽ പല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഭൂമിയുണ്ട്. ഇതൊക്കെ കയ്യേറിയതാണെന്ന് പറഞ്ഞത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയാണ്. അതോടൊപ്പം തന്നെ കയ്യേറിയവർ CPMൻ്റെ ആളുകളുണ്ട്, കോൺഗ്രസിൻ്റെ ആളുകളുമുണ്ട്. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എന്നുള്ള നിലയ്ക്ക് അവിടെയുള്ള ആളുകളെല്ലാം ഈ സമരത്തിന് അനുകൂലമാണ്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇപ്പോൾ ഹർത്താൽ ആചരിക്കുന്നതൊക്കെ. എല്ലാവരും ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഇത് മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവന്ന മാധ്യമങ്ങളാണ് കുറ്റക്കാരെന്നാണ് പറയുന്നത്. അപ്പം മാധ്യമങ്ങളെ വിചാരണ ചെയ്യാനാണ് ഇപ്പോൾ അവർ തയ്യാറാകുന്നത്. അല്ലാതെ തങ്ങൾ ചെയ്തത് തെറ്റല്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അവരൊരു ശ്രമവും നടത്തുന്നില്ല. അവർ റെക്കോർഡുകൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല.
അവരേതെങ്കിലും ഒരു കോടതിയിൽ പോയി ഞങ്ങൾക്ക് നിയമപരമായിട്ടുള്ള ഏതെങ്കിലും വിധത്തിലുള്ള സഹായം കിട്ടണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു, തങ്കത്താമര വിരിയുന്നു. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു, തങ്കത്താമര വിരിയുന്നു. സമയം സന്ധ്യ കഴിഞ്ഞു. ആനക്കയത്തെ പൊതുസമ്മേളനമാണ് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഈ ദേശീയപാതയോരത്തെ ബാറുകളുടെയൊക്കെ വിഷയത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അധികാരം മാറ്റി സ്ഥാപിക്കുക അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പോവുകയാണ്. ഇക്കാര്യത്തിൽ എന്താണ് BJPയുടെ അഭിപ്രായം? മദ്യവർജനം അത് ഘട്ടം ഘട്ടങ്ങളായി നടപ്പിലാക്കേണ്ട ഒന്നാണ്. വളരെ പെട്ടെന്ന് നിരോധനം ഏർപ്പെടുത്തി ഉണ്ടാകാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണ്. 2-3 പ്രശ്നങ്ങൾ, മാനുഷിക പ്രശ്നങ്ങൾ ഇതിലുണ്ട്. തൊഴിലാളികളുടെ പ്രശ്നം, കാരണം അവർ ഉപജീവനം കഴിക്കുന്നത് ഈ ഒരു മേഖലയിൽ ഇങ്ങനെയുള്ളത് കൊണ്ടാണ്. അവരുടെ കാര്യങ്ങൾ ഗൗരവപൂർവ്വം കണക്കിലെടുക്കണം. പലപ്പോഴും ഇങ്ങനെയുള്ള നിരോധനങ്ങളൊക്കെ ഉണ്ടാകുന്ന സന്ദർഭത്തിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ കാര്യം ആരും ശ്രദ്ധിക്കാറില്ല. തന്മൂലമുണ്ടാകാവുന്ന എത്രയോ കുടുംബങ്ങൾ പട്ടിണിയിലാകുന്നു, ദുരിതത്തിലാകുന്നു. ഇതുണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ കാര്യം, ഇത് ഘട്ടം ഘട്ടങ്ങളായിട്ട് കുറച്ച് കൊണ്ടുവന്നേ മതിയാവും. ഈ അടുത്ത കാലത്ത് നടന്നിരിക്കുന്ന പല അപകടങ്ങൾ, ദുരന്തങ്ങൾ, പീഡനങ്ങൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ മദ്യം വഹിച്ചിട്ടുള്ള പങ്ക് ശ്രദ്ധേയമാണ്. അപ്പോൾ കേരളത്തിൽ ഇതെല്ലാം വർദ്ധിക്കുന്നതിൻ്റെ പിന്നിൽ മദ്യമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം കണക്കിലെടുത്ത് ഇതൊരു സാമൂഹ്യ വിപത്താണ്, സാമൂഹ്യ തിന്മയാണ് എന്ന് മനസ്സിലാക്കി ഘട്ടം ഘട്ടങ്ങളായിട്ട് ഇത് കുറച്ച് കൊണ്ടുവരാനുള്ള നടപടികളാണ് സ്വീകരിക്കേണ്ടത്. ഗവൺമെൻറ് അങ്ങനെ ഒരു നയം രൂപം കൊടുക്കണം. അതല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി വരുമാനം കിട്ടുന്നൊരു കാര്യമാണ് എന്ന് പറഞ്ഞ് ഇതിനെ കുറച്ചുകൂടി വിപുലവും വ്യാപകവുമാക്കാൻ നടത്തുന്ന ഏതൊരു ശ്രമവും അത് ജനദ്രോഹമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ BJPയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭാരവാഹിത്വം ഇല്ലാതെ ഒരു പക്ഷേ സംസ്ഥാന പ്രസിഡന്റ് പദവിക്ക് എത്തിയ ഒരാളാണ് താങ്കൾ. അന്നുണ്ടായിരുന്ന ഒരു വെല്ലുവിളി അത് പൂർണ്ണമായും വിജയിക്കുന്ന ഈ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തന്നെ ലഭിച്ച വിശ്വാസം എല്ലാം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചു എന്ന് കരുതുന്നുണ്ടോ? വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഈ സംഘടനയുടെ ഭാരവാഹിത്വം ഞാൻ ഏൽക്കുന്നത്. പ്രതിസന്ധി എന്നുണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സമൂഹം മൊത്തം, രാഷ്ട്രം പ്രത്യേകിച്ച് ഒട്ടേറെ വെല്ലുവിളികളും ഭീഷണികളും ഒക്കെ നേരിട്ടിരുന്ന സന്ദർഭത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നയിച്ചുകൊണ്ട് പോവുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരുന്നൊരു സന്ദർഭം. അങ്ങനെ നോക്കുമ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടണം, അതോടൊപ്പം തന്നെ സംഘടന ശക്തിപ്പെടുത്തണം, ബാഹ്യമായിട്ടുള്ള സമൂഹത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ആ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകണം. LDFനും UDFനും വ്യത്യസ്തമായി ഒരു പാത വെട്ടിത്തുറന്നുകൊണ്ട് ആ ഒരു ഇടം വിപുലമാക്കുക എന്നുള്ളതായിരുന്നു എന്നെ നിക്ഷിപ്തമായിരുന്ന ഒരു ഏറ്റവും വലിയ ഉത്തരവാദിത്വം. അത് ഒരു പരിധി വരെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കേരള രാഷ്ട്രീയത്തിൽ BJP ഒരു പാർശ്വവൽക്കരിക്കപ്പെട്ടു പോയ, ആരാരും ശ്രദ്ധിക്കപ്പെടാതെ ഉള്ള അപ്രസക്തമായ ഒരു സ്ഥാനം മാത്രം അതിന് ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതിയിരുന്നവർക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി തന്നെയാണ് ഈ കഴിഞ്ഞ കുറേ കാലത്തെ പ്രവർത്തനത്തിലൂടെ എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേരളത്തിലെ ഈ ഹിന്ദു സമൂഹം പോലെ തന്നെ ന്യൂനപക്ഷ സമൂഹവും വലിയ തോതിൽ ഉള്ള അല്ലെങ്കിൽ വലിയ ശക്തമായൊരു സംസ്ഥാനമാണ് കേരളം. ഇവിടെ ന്യൂനപക്ഷങ്ങളെ കൂടെ വിശ്വാസത്തിലെടുപ്പിക്കാൻ അല്ലെങ്കിൽ BJPയോട് അടുപ്പിക്കാൻ എന്തൊക്കെ തരത്തിലുള്ള പദ്ധതികൾ ഒരുപക്ഷെ ഇനി BJP ആവിഷ്കരിക്കും? ന്യൂനപക്ഷ സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പോയി. BJPയെക്കുറിച്ച് അവർക്ക് പല വിധത്തിലുമുള്ള മുൻവിധികളുണ്ട്. അത് കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഈ നാട്ടിൽ നടത്തിയ പ്രചണ്ഡമായ പ്രചരണത്തിൻ്റെ ഫലമായിട്ടുണ്ടായതാണ്. സത്യത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അത്തരത്തിൽ ഒരു വിരോധമോ അവജ്ഞയോ
ഒരു നിഷേധ സമീപനമോ ഇവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ഇല്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യത്തെ ശ്രമം. അങ്ങനെ അവരുടെ വിശ്വാസം ആർജിക്കണം. കാരണം പുനഃസംഘടിപ്പിച്ച സന്ദർഭത്തിൽ തന്നെ AK നസീറിനെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ തന്നെ പല പൊസിഷനുകളിലും ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് നേതാക്കന്മാർ പ്രവർത്തനത്തിലൂടെ തന്നെ BJPയിലേക്ക് അവർക്ക് പ്രോത്സാഹനം കൊടുത്ത് രംഗത്തേക്ക് കൊണ്ടുവരാൻ കഴിയും. അതുപോലെ ക്രൈസ്തവ മുസ്ലിം സംഘടനാ നേതാക്കന്മാരെയൊക്കെ ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ സുദൃഢമാക്കി സംസാരിക്കുകയും ഇടപഴകുകയൊക്കെ ചെയ്തതിലൂടെ എനിക്ക് ബോധ്യപ്പെട്ടത് കുറേ നല്ലൊരു പരിധിവരെ അവർക്ക് അവരുടെ തെറ്റിദ്ധാരണകൾ നീങ്ങി എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അത് ഭാവിയിൽ കുറച്ചുകൂടി കൂടുതൽ ന്യൂനപക്ഷ സഹോദരങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി വിശ്വാസം അർപ്പിച്ച് പാർട്ടിയോടൊപ്പം തന്നെ പ്രവർത്തന രംഗത്ത് വരുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വേദിയിലെത്തുമ്പോൾ ന്യൂനപക്ഷ മോർച്ച മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് സംസാരിച്ച് തകർക്കുകയാണ്. ഞങ്ങൾ ഏറ്റുപറയുന്നു, സംഘപരിവാരം ഉണ്ടായത് മുസ്ലിങ്ങളെ പാകിസ്ഥാനിൽ അയക്കാനല്ല, കമ്മ്യൂണിസ്റ്റുകാരൻ പറയും പോലെ റോമിലേക്ക് അയക്കാനല്ല, പകരം മഹിതമായ ഇന്ത്യ രാജ്യത്തിന്റെ പൈതൃകത്തെ പ്രോക്തമായ സംസ്കൃതിയെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങൾ പറയുന്നു, ഞങ്ങൾ സിദ്ധാന്തം സഖാക്കളോ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ റൈസ്. പ്രിയപ്പെട്ട ആനക്കയത്തുകാരെ, രാജ്യസ്നേഹികളെ, ഞങ്ങളല്ല വർഗീയവാദികൾ, ഞങ്ങളല്ല ഫാസിസ്റ്റുകൾ. കേൾക്കണം, ലോകത്ത് വർഗീയവാദം വിളംബരം ചെയ്ത റൈസ്, വർഗം എന്ന വാക്ക് ലോകത്ത് ആദ്യമായി ഡിഫൈൻ ചെയ്തവർ, വർഗഹത്യ, വർഗ ഉന്മൂലനം, വർഗഹത്യാ സിദ്ധാന്തം, മനുഷ്യനെ കൊന്നുകൊണ്ടുള്ള അധികാര സ്ഥാപനം. റൈസ് എന്ന പുസ്തകം ഒറ്റ വാക്ക് കൊണ്ടാണ് കമ്മ്യൂണിസം വിപുലീകരിച്ചത്. കുങ്കുമഹരിത കൊടി പാറുന്നു, കേരള ഹൃദയ തുടി കൊട്ടുന്നു, മംഗളഘോഷം ഉയരുന്നു. LDFും UDFും നിരന്തരമായി ഈ നാട്ടിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുകയും ഒരുമയോടുകൂടി അവർ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളുടെ അവകാശ സമരങ്ങളെ മുഴുവൻ തന്നെ തല്ലിച്ചതക്കുകയും തകർക്കുകയും ചെയ്യുമ്പോൾ ജനപക്ഷത്ത് നിന്നുകൊണ്ട് അവർക്ക് അന്നവും വെള്ളവും മണ്ണും തൊഴിലും പാർപ്പിടവും ഉണ്ടാക്കി കൊടുക്കാൻ ഈ കേരളത്തിലെ ജനങ്ങളുടെ അവകാശ സമര മുഖങ്ങളിൽ അവർക്ക് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ NDA എന്ന് പറയുന്ന രാഷ്ട്രീയ ജനാധിപത്യ മുന്നണി മാത്രമാണുള്ളത്. ജനകീയ പ്രശ്നങ്ങളാണ് കുടുംബയോഗങ്ങളിൽ കുമ്മനം അധികവും ഉയർത്തിയത്. പൊതുസമ്മേളനത്തിൽ ഇടത് വലത് മുന്നണികളെ കടന്നാക്രമിക്കാനും അദ്ദേഹം മറന്നില്ല. എല്ലാവരുടെയും പ്രസംഗം അവസാനിച്ചപ്പോഴേക്കും സമയം 9 മണി. പ്രവർത്തകരോടും നേതാക്കളോടും യാത്ര പറഞ്ഞ നേരെ മലപ്പുറത്തെ താമസ സ്ഥലത്തേക്ക്.